അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. അപ്പം നമ്മുടെ ബയോളജിയിലെ സിലബസ് മാറ്റി വന്നതുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നൊക്കെ ഓണപരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടി. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയത് കോൺസെപ്റ്റ് നല്ലോണം പഠിച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ സിലബസിലെ മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ചാപ്റ്റർ റെസ്പിറേഷൻ അതുപോലെ തന്നെ എക്സ്ക്രീഷൻ വരുന്ന ചാപ്റ്റർ ആണ് ഇനി നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ ചാപ്റ്റർ. കഴിഞ്ഞ വർഷം വരെ ഇത് രണ്ടും രണ്ട് ചാപ്റ്റർ ആയിരുന്നു. നാലാമത്തെയും അഞ്ചാമത്തെ ചാപ്റ്റർ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ മൂന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ ക്രിസ്മസ് എക്സാമിനെ നേരിടാൻ വരുമ്പോൾ നിങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു ചാപ്റ്ററും കൂടിയാണിത്. കാരണം റെസ്പിറേഷനും അതിൻ്റെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം, അവിടെയും ഡയഗ്രാംസ് വരുന്നുണ്ട്. കൂടാതെ എക്സ്ക്രീഷൻ പഠിക്കുമ്പം കിഡ്നി, അതിൻ്റെ നെഫ്രോൺ, അതിൻ്റെ സ്ട്രക്ചർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് മാത്രമല്ല ഓണപരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചു വെച്ച രണ്ട് ചാപ്റ്ററും കൂടെ വരും. അവിടെ ഹാർട്ടും ഡൈജസ്റ്റ് സിസ്റ്റം. അപ്പം 4 പ്രധാന ലൈഫ് പ്രോസസ്സുകളും അതിൻ്റെ പ്രധാന സ്ട്രക്ചേഴ്സുകളൊക്കെ നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓണപരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സമയം മാത്രമായിരുന്നു ഇനി ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവുക എന്ന് അല്ല. വളരെ കുറച്ച് സമയമാണ്. അതിൻ്റെ ഇടയിലും കലാമേളയും സ്പോർട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയം വളരെയധികം നമ്മളിൽ നിന്ന് വിട്ടുപോകും. ആ ഒരു കാര്യത്തിലാണ് നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നിഞ്ച ബാച്ച് ഉള്ളത്. ഡെയിലി ലൈവ് ക്ലാസ്സുകളിലൂടെയും കോണ്ടന്റിലൂടെയും നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റിനെ വളരെ ക്ലിയർ കട്ടായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പം ഓൾറെഡി നമ്മൾ ഈ 2 ചാപ്റ്റർ വെൽ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി വെച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഇനിയുള്ള ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും, കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കാൻ പറ്റും. അതുമാത്രമല്ല എക്സാംസുകൾ പുതിയ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ച് നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ആ സിലബസ് നല്ല ഈസി ആയിട്ട് എന്ത് ചെയ്യും അഡാപ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ് നമ്മുടെ നിഞ്ച ബാച്ച്. ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനിയുള്ള സമയം ഏത് രീതിയിൽ പഠിക്കണം, ഏത് രീതിയിൽ പ്ലാൻ ചെയ്യണം എന്നൊക്കെയുള്ള ഐഡിയാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം എടുത്ത് ഡയഗ്രാംസ് ഒക്കെ വരച്ച് കോൺസെപ്റ്റുകൾ ചെറിയ നോട്ടുകളാക്കി പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഇതുപോലെ തന്നെ 100% ഷുവർ ആക്കി നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.